ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നിരിക്കണത് വെച്ചാൽ ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ അന്ന് ഞാനും നശി മാത്രമാണ് ഡ്രസ്സ് എടുത്തത്. അപ്പോൾ ഇന്ന് ഇവർ രണ്ടാളും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഷേനയുടെ കല്യാണത്തിന്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, ഓട്ടോറിക്ഷയിലാട്ട പോണ് ഗൈസ്. ഇന്ന് കിട്ടും നിങ്ങൾക്ക്, കിട്ടിയാൽ മതി. ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എടുത്ത സമയത്ത് നമുക്ക് ആ ഡ്രസ്സ് ഇഷ്ടമാവും, പിന്നെ ആ ഡ്രസ്സ് നമുക്ക് ഇഷ്ടമാവില്ല, നമ്മൾ വീട്ടിലെത്തുമ്പോൾ അങ്ങനെയൊക്കെ ആവും. അപ്പം അങ്ങനെ ആവാതെ നല്ല ഇഷ്ടപ്പെട്ട് നല്ല മനസ്സിക്ക് പിടിച്ച നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കിട്ടട്ടെ. ആമീൻ. ഈ നോമ്പിന് ഇത്രയും കഷ്ടപ്പെട്ട് വരികയാണ്, പൂതി ഉണ്ടായിട്ടില്ല. അപ്പം ഇനി ആവശ്യത്തിനോടെ പറയില്ല, ഇനി കല്യാണം വെക്കുമ്പോൾ നോമ്പിനൊന്നും കല്യാണം വെക്കരുത്. ഓക്കെ, ഞാൻ എൻ്റെ കല്യാണത്തിന് ഒരു 5 മാസം മുന്നേ അങ്ങോട്ട് പറയും, എന്നാലും നിങ്ങൾ ഡ്രസ്സ് എടുത്ത് അങ്ങനെ 5 മാസം മുന്നേക്ക് പറയും. എന്നോടും അതിനെ പറയുള്ളൂ, നോമ്പിനൊന്നും കല്യാണം വെക്കരുത്. കല്യാണം ആവട്ടെ ആദ്യം. ഇന്റത് അധികവും നവംബർ. നല്ല രസമുണ്ട്. ഇന്റത് നവംബർ അല്ലെങ്കിൽ ജൂണിലായിരിക്കും. നവംബറിൽ തണുപ്പും ഡിസംബറിൽ നവംബറിൽ തണുപ്പും ജൂണിൽ മഴയായിരിക്കും. മഴ ആവുമ്പോൾ നിങ്ങൾക്ക് ഗതിയിടാവും അല്ലേ? നവംബറിലാണ് കരണ്ട് കല്യാണം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അതെ, ഇവളതായിരിക്കും അധികം. എൻ്റെ ലാസ്റ്റ് ആയിരിക്കും. എൻ്റെ ജാണിൻ്റെ അപ്പ വാങ്ങാം ഇൻഷാല്ലാ. എനിക്ക് എന്താ സനക്ക് മുട്ടായി കൊടുക്കൽ ഇഷ്ടമല്ല ഗൈസ്. അപ്പൊ അത് വേണ്ട, കടല മുട്ടായി അത്ര വേണ്ടത്. ഞങ്ങൾ ഇവിടെ ഒരു പർദ്ദ എടുക്കാനുണ്ട്, പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേഡീസ് പ്ലാന്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ലേഡീസ് പ്ലാന്റ് പോയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാല്ലേ എൻ്റെ കല്യാണത്തിന്. ഇവിടെ അടിപൊളി കളക്ഷൻ ഉണ്ട്. ഇതെവിടെ സ്ഥലം പറഞ്ഞു കൊടുത്താലും ശരി. പെരിന്തൽമണ്ണ. ഉഷാദാക്കാൻ്റെ ഇവിടുത്തെ കളക്ഷനൊക്കെ അടിപൊളിയാട്ടോ ഗൈസ്. കുട്ടി നല്ല പച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് ഇറങ്ങി. തനക്കൊന്നും പറ്റുന്നില്ല. ഞങ്ങള് വേറെ ഇതിലും കടയിൽ പോയോക്കട്ടെ കേട്ടോ ഗൈസ്. ഐസ്ക്രീം ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മള് നോക്കാൻ പാടില്ല, ബിക്കോസ് നമുക്ക് നോമ്പാണ്. ഇവർക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഗൈസ്, പക്ഷെ ഇവർക്ക് ചൂട്ടിമാട്ടി ഇടണം. ഈ ഡ്രസ്സ് കെട്ടോക്കട്ടെ വേണ്ട. ഞാൻ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് പോയോക്കാം. ഈ ചൂട്ടിമാട്ടി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇത് ചൂട്ടിമാട്ടി എടുക്കണം അത്ര. അപ്പം കഴിഞ്ഞു സൈക്ക് പോയോക്കാലോ. ഞങ്ങള് ഇനി പർദ്ദെടുക്കാൻ കയറാണ് കേട്ടോ. ഞങ്ങളങ്ങനെ പർദ്ദ വാങ്ങാൻ കയറിയിരിക്കുകയാണ് റഷ്യൻ്റെ അമ്മക്ക്.
ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓൾക്ക് തുണി നോക്കാൻ കരുതി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. ഇത് അസ്ലം മാളിൻ്റെ ഉള്ളിൽ. ലൈറ്റ് കളറാകുമ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ലൈറ്റ് കളർ ടിഷ്യൂ ഇവിടുത്തെ ലേസ് കളക്ഷൻ കണ്ടു നിങ്ങൾ. ഇത് ലേഡീസ് പ്ലാനറ്റ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ. പെരിന്തൽമണ്ണ. എന്തെങ്കിലും പെരിന്തൽമണ്ണയിൽ കിട്ടാത്ത എന്താ ഉള്ളത്? അതെ അതെ. ഇവിടെ ഫുള്ള് എനിക്ക് ഡൈ ചെയ്യാനുള്ളതാണ്. ഡൈ ചെയ്യാൻ 100. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സന കണ്ടു വെച്ചുകൂടെ അവിടെ. പക്ഷേ ഒരു ഇതില്ല അല്ലേ ഞങ്ങൾക്ക് പറ്റിയൊരു ഇത്. ചിലപ്പോൾ ഞങ്ങൾ അതന്നെ ഒന്ന് എടുക്കും. ഞങ്ങൾ ഒന്ന് പരാഗ് പോയി നോക്കിയിട്ട് അവിടുത്തത് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ വരാം. അപ്പം ഞങ്ങൾ പരാഗ് പോട്ടെ. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടേ. ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ആകുമ്പോൾ ഷേനതൊക്കെ കാണണം. ഞങ്ങൾ 2ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഡ്രസ്സിന് ഇറങ്ങണത്. നിന്ന് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഇറങ്ങണം. ഇപ്പോൾ പരാഗിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ കളക്ഷൻ വന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ പരാഗിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത തുണി അന്ന് ലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുണി എടുക്കാൻ വന്നപ്പോൾ തുണിയില്ല ഗൈസ്. അപ്പോൾ റഷനി എന്തിടും? ഞങ്ങളിപ്പോൾ ഡ്രസ് കോഡ് മാറ്റി കളർ കോഡും കൂടി മാറി. ഇനിയിപ്പോൾ പലതിട്ട് പോവാണ്. അതല്ല ഇവിടെ വന്നപ്പോൾ അതിലേടെ പെരുമൂഞ്ചൽ. ഞാൻ എടുത്ത തുണി ഇവിടെ കാണാനില്ല. ഇനിയിപ്പോൾ ഞാൻ മാത്രം ആ തുണി ഡ്രസ്സ് ഇടേണ്ടി വരും. ഇവരൊക്കെ വേറെ ഏതെങ്കിലും ആക്കാരും. എനിക്കല്ലെങ്കിലും ഒന്നിനും ഭാഗ്യമില്ല. സാഹചര്യം മൂലം ഞങ്ങൾ പല കളറായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരേ മോഡലിൽ പല കളറായി. അപ്പം ഞങ്ങൾ ഷൈനൻ്റെന് ഡ്രസ് കോഡില്ല. ഡ്രസ് കോഡാണ്, പക്ഷേ ഡ്രസ് കളർ കോഡാണ്. വ്യത്യാസം. മോഡലൊക്കെ ഒന്ന്, കളറും ഡിസൈനും ഒന്ന്, കളർ മാത്രം വ്യത്യാസം. ഞങ്ങൾ അങ്ങനെ പീക്ക് സ്റ്റുഡിയോക്ക് പോന്ന് കേട്ടോ. എവിടെ നിന്നും കിട്ടണില്ല സാധനം. അടുത്തോ ഫിക്സ്. അങ്ങനെ ഞങ്ങൾ സമയത്തിലെത്തി. നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സ് കിട്ടിയിട്ടില്ല കാശ്. ഇവിടെ നോമ്പ് തുറക്കാൻ നല്ല നാരങ്ങളും ഈത്തപ്പഴം കിട്ടും. ഇവിടെ നിന്ന് തുറക്കാം. നമുക്ക് ഇവിടുന്ന് തുറക്കാം. സനക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. സനക്ക് ആ പീപ്പിലി കാണത്രേ. വേഗം ക്രോസ്. സമയത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കി നോക്ക്. അങ്ങനെ അവിടുന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ പിറ്റേ ദിവസം രണ്ടാളും ഇറങ്ങിയിട്ടാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷേനക്ക് വേണ്ട വേറെ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.